ഉത്തരം തിരുവേദം മനസമോദവികാസം. പരിഹാരകനായ ഇടയൻ. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സഭ അന്വേഷിച്ച് കണ്ടെത്തിയാൽ നിങ്ങൾ ആ സഭയിൽ ചേരരുത്. കാരണം നിങ്ങൾ ആ സഭയെ നശിപ്പിക്കുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത സഭകളില്ല. അപ്പോസ്തലിക കാലത്ത് സഭകളിൽ ഉപദേശപരവും ജീവിതപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടായി. രക്ഷയ്ക്ക് പരിച്ഛേദനയും ആവശ്യമാണെന്ന ദുരുപദേശം അന്ത്യോക്യ സഭയിൽ ചിലർ ഉന്നയിച്ചു. ഉപദേശപരമായ ആ പ്രശ്നമുണ്ടായപ്പോൾ അന്നത്തെ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചു. പൗലോസും ബർന്നബാസും അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക മാത്രമല്ല, ഈ പ്രശ്നം യെരുശലേമിലുള്ള നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തികൾ 15:5 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 26:41, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത് സഭയിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക, വിവാഹമോചനം തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ പൗലോസിന്റെ സഹായം തേടി. ഇന്നത്തെ സഭകളിലും ഉപദേശപരവും പ്രായോഗിക ജീവിതപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു പ്രാദേശിക സഭയിൽ പ്രശ്നങ്ങളുണ്ടായാൽ സഭയുടെ മൂപ്പന്മാർ വേണം പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കേണ്ടത്. സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അഥവാ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന മനോഭാവത്തിൽ പെരുമാറുവാൻ പാടില്ല. ഉപദേശപരമോ പ്രായോഗികമോ ആയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് മൂപ്പന്മാരാണ്. സഭാപരിപാലനത്തിന്റെ ഭാഗമാണിത്. ചില അമാതൃകകൾ. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട സഭയിലെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിഷയമറിഞ്ഞ മൂപ്പന്മാർ കൂട്ടുമൂപ്പന്മാരുമായി വിഷയം കൂടിയാലോചിച്ചു. രണ്ടുപേരെയും വിളിച്ചു പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ചില മൂപ്പന്മാർ അഭിപ്രായം പറഞ്ഞു. എന്നാൽ മറ്റു മൂപ്പന്മാരുടെ തീരുമാനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവർ കേസ് കൊടുക്കുകയോ തല തല്ലിക്കീറുകയോ ചെയ്യട്ടെ, അതിലൊന്നും സഭ ഇടപെടേണ്ടതില്ല. എത്ര നിരുത്തരവാദപരമായ തീരുമാനമാണിത്! ആ സഹോദരന്മാർ തമ്മിൽ പ്രശ്നം പറഞ്ഞു തീർക്കട്ടെ എന്ന് ഒരു ആലോചന പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും നല്ലതായിരുന്നു. മറ്റൊരു ഉദാഹരണം, വിവാഹമോചനത്തിന് ഈ സഭയിലെ ഒരു കുടുംബം മുതിർന്നപ്പോൾ മൂപ്പന്മാർ ഒന്നിച്ചുകൂടി ഇത്തരം കാര്യങ്ങളിലൊന്നും മൂപ്പന്മാർ ഇടപെടേണ്ടതില്ല, അതൊക്കെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞൊഴിയുകയാണ് ഭൂരിപക്ഷം മൂപ്പന്മാരും ചെയ്തത്. അങ്ങനെ നോക്കിയാൽ മൂപ്പന്മാരുടെ സഭയിലെ ഉത്തരവാദിത്തങ്ങൾ പിന്നെ എന്താണ്? സഭയുടെ കൂടിവരവുകളിൽ 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഉത്തരവാദിത്തങ്ങളാണോ മൂപ്പന്മാരുടേത്? ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്ന ശുശ്രൂഷ, അപ്പോസ്തല പ്രവർത്തികൾ 20:28. ഞായറാഴ്ചകളിൽ 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ളതാണോ? ഞായറാഴ്ച അപ്പം നുറുക്കുന്നതും അനൗൺസ്മെന്റ് ചെയ്യുന്നതും ആശീർവാദം പറയുന്നതുമാണോ അവരുടെ ശുശ്രൂഷ? മൂപ്പന്മാർ പരിഹാരകരാകേണ്ട മേഖലകൾ. കുടുംബ പ്രശ്നങ്ങൾ. ക്രിസ്തീയ വിശ്വാസികൾ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കാലമാണിത്. ലോകത്തിലെ മാറ്റങ്ങൾ ക്രിസ്തീയ സമൂഹത്തെയും വല്ലാതെ മാറ്റിയിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു സഭയിലെ പ്രാപ്തന്മാരായ ഇടയന്മാർ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമുള്ള ദൈവീക ദാനമാണ്. എഫേസ്യർ 4:11-12 വാക്യങ്ങൾ. പ്രാദേശിക സഭയിലെ ഓരോ കുടുംബങ്ങളുമായും മൂപ്പന്മാർക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രശ്നപരിഹാരകർ ആകുവാൻ കഴിയൂ. വിവാഹമോചനം. ക്രിസ്തീയ കുടുംബങ്ങൾ നേരിടുന്ന പ്രധാന 10 പ്രശ്നങ്ങളെക്കുറിച്ച് ലൈഫ് വേ ഒരു സർവേ നടത്തി. ക്രിസ്തീയതയ്ക്കെതിരായ സംസ്കാരം, വിവാഹമോചനം എന്നിവയാണ് 1ഉം 2ഉം സ്ഥാനത്ത്. കുടുംബത്തകർച്ചയും വിവാഹമോചനവും ഇന്ന് ദൈവമക്കളുടെ ഇടയിലും സാധാരണമായിരിക്കുന്നുവെന്ന് തോന്നുന്നു. വിവാഹമോചനത്തിനെതിരായ ഒരു വേദവാക്യമെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഒരു ഉപദേഷ്ടാവ് ചോദിച്ചത് ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥയിലേക്കുള്ള ചൂണ്ടുപലകയാണിത്. വിശ്വാസ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ ആവശ്യമായ പരിഹാര നടപടികൾ സഭയുടെ നേതാക്കൾ മുൻകൈ എടുത്ത് നടത്തണം. അതൊന്നും സഭയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതല്ലെന്ന് പറഞ്ഞ് ഒഴിയരുത്. ഇവിടെയാണ് ക്രിസ്ത്യൻ പാസ്റ്ററൽ കൗൺസിലിംഗിന്റെ പ്രസക്തി. ക്രിസ്ത്യൻ കൗൺസിലിംഗിനെ കുറിച്ച് എത്രയോ ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. സഭയുടെ മൂപ്പന്മാരിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ തന്നെ എത്ര പേർ കണ്ടേക്കാം. അടുക്കാനാവാത്ത വിധം ദമ്പതിമാർ തമ്മിൽ അകന്നു കഴിഞ്ഞാണ് സഭയുടെ നേതൃത്വം അറിയുന്നത് പോലും. ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യോഹന്നാൻ 10:14. ഇങ്ങനൊരു ബന്ധം ഇന്ന് ഇടയന്മാരും ആടുകളും തമ്മിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞായറാഴ്ച സഭായോഗങ്ങൾക്ക് വരുമ്പോഴാണ് ഇടയന്മാർ ആടുകളെ കാണുന്നത് തന്നെ. പിന്നീടുള്ള ദിവസങ്ങളിൽ വിശ്വാസികളെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം? ഇടയനെ വിശ്വാസികളെക്കുറിച്ചുള്ള വിചാരം പൗലോസിന്റെ ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാം. നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്കും മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം.
ഫിലിപ്പിയർ 2:19. ഫിലിപ്പിയർക്ക് തിമോത്തിയോസിന്റെ ശുശ്രൂഷ എത്രമാത്രം അടിയന്തിരമായി ആവശ്യമുണ്ടെന്ന് പൗലോസിനറിയാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ. സ്ഥലസഭയിലെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായാൽ പരിഹരിക്കേണ്ടത് കുടുംബ കോടതികളിലല്ല. ഇത്തരം പ്രയാസങ്ങൾ കുടുംബങ്ങളിൽ രൂപപ്പെട്ടാൽ ഭാര്യയോ ഭർത്താവോ സഭയുടെ നേതൃത്വത്തിന്റെ സഹായം തേടുകയുമാകാം. പല സംഭവങ്ങളും സഹവിശ്വാസികൾ അറിയുന്നത് കോടതികളിൽ പ്രശ്നം എത്തിയ ശേഷമാകും. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിനു മുമ്പ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ടിരുന്നുവെങ്കിൽ പരിഹാരം സാധ്യമായേനെ. സഭാ നേതൃത്വത്തെ പലപ്പോഴും അറിയിക്കാത്തതിനും കാരണമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഒരാൾ അറിഞ്ഞാൽ അത് സഭയിലുള്ള എല്ലാവരും അറിയുവാൻ അധിക സമയമൊന്നും വേണ്ട. ശുശ്രൂഷകന്മാരെ പോലെ മൂപ്പന്മാരും കനശാലികൾ ആയിരിക്കണം. 1 തിമോത്തിയോസ് 3:8. ഇരുവാക്കുകാരും ആയിരിക്കരുത്. മൂപ്പന്മാരിൽ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അവർ നേതൃത്വത്തെ അറിയിക്കൂ. ഇവിടെ കേൾക്കുന്നത് അവിടെയും അവിടെ കേൾക്കുന്നത് ഇവിടെയും പറയുന്ന സ്വഭാവമുള്ളവർ നേതൃത്വ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യരല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി വിളിച്ചുകൂവുന്നവരായിരിക്കരുത് മൂപ്പന്മാർ. സ്വന്തം വീട്ടിൽ ഭാര്യയോട് പോലും ഈ വിധ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ പാടില്ല. സ്വകാര്യത സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മാഭിമാനം എല്ലാവർക്കും വലുതാണെന്ന് ഓർക്കുക. പല പ്രശ്നങ്ങളും പലരും പ്രാരംഭത്തിൽ അറിയിക്കാത്തതും അഭിമാനം ഭയന്നാണ്. ആരംഭത്തിൽ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ഒരു തകർച്ചയെ ഒഴിവാക്കാമായിരുന്നു. പരിഹരിക്കാനാവാത്ത വിധം വഷളായി കഴിഞ്ഞാണ് പലപ്പോഴും നാം അറിയുക. അവരല്ല, നാമാണ് അതിൻ്റെ ഉത്തരവാദി. മൂപ്പന്മാർ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കണം. പക്ഷപാതപരമായും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെയും വിധി എഴുതരുത്. അനുമാനങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. വിവാഹം, കുടുംബം, വിവാഹമോചനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ എന്തു പഠിപ്പിക്കുന്നു എന്ന കാര്യവും പ്രായോഗിക പരിജ്ഞാനവും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാവണം. എല്ലാ മൂപ്പന്മാരും ചേർന്ന് ഒരു കുടുംബത്തെ വിചാരണ ചെയ്യുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കരുത്. ഈ ശുശ്രൂഷയ്ക്ക് എല്ലാവരും പ്രാപ്തിയുള്ളവരാകണമെന്നില്ല. അതിനുള്ള കൃപയുള്ള മൂപ്പന്മാർ മാത്രം അത് ചെയ്യുകയും മറ്റുള്ളവർ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ക്രിസ്തീയ കൗൺസിലിംഗ് സംബന്ധിച്ച ചില ഗ്രന്ഥങ്ങളെങ്കിലും വായിക്കുന്നത് നല്ലതാണ്. കുടുംബ പ്രശ്നം തീർക്കുന്നതൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർ ഇടയന്മാർ എന്ന ശുശ്രൂഷയും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. മക്കളുടെ പ്രശ്നങ്ങൾ. ക്രിസ്തീയ കുടുംബങ്ങളിലെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ദി സെഡക്ഷൻ ഓഫ് അവർ ചിൽഡ്രൻ. അതിൻ്റെ എഴുത്തുകാർ നെയിൽ ടി ആൻഡേഴ്സൺ ആൻഡ് സ്റ്റീവ് റൂസോ. മക്കളെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള യുദ്ധമാണ് മാതാപിതാക്കൾ നടത്തേണ്ടതെന്നാണ് ഗ്രന്ഥകാരൻ അഭിപ്രായപ്പെടുന്നത്. ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിലെ മാതാപിതാക്കൾ വലിയ വെല്ലുവിളിയെ നേരിടുന്ന കാലഘട്ടമാണിത്. ലോകത്തിൻ്റെ തെറ്റായ സ്വാധീനം പല കുടുംബങ്ങളെയും പിടിച്ചുലയ്ക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തെക്കുറിച്ച് മാത്രമാണെന്ന് ചിന്തിച്ചു പോകുന്നു. ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അഹങ്കാരികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. 2 തിമോത്തിയോസ് 3:1-9 വരെയുള്ള വാക്യങ്ങൾ. അന്യമതങ്ങളിൽ നിന്നുള്ളവരെ വിവാഹം കഴിക്കൽ, ഒളിച്ചോട്ടം, മദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ആത്മഹത്യ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങളെയും കുറച്ചൊക്കെ ബാധിച്ചിരിക്കുന്നുവെന്നത് സത്യമാണ്. എൻ്റെ മക്കൾ കൊലപാതകം ചെയ്തുവെന്ന് ഞങ്ങൾ കേൾക്കേണ്ടി വരുമോ എന്ന ഭയമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത് ബ്രദറെ എന്ന് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വിശ്വാസ കുടുംബത്തിലെ ഒരു സഹോദരി ഭയത്തോടെ പ്രാർത്ഥനയ്ക്കായി പറഞ്ഞ വാക്കുകളാണിത്. വിശ്വാസ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മക്കളെക്കുറിച്ചുള്ള ആശങ്കയുടെ നേർക്കാഴ്ച. ഇത്തരം ആകുലതകൾ ഒരുപക്ഷെ അവരുടെ കൂട്ടായ്മയിലുള്ളവരെ അറിയിക്കുവാൻ അവർ ശങ്കിക്കുന്നുണ്ടാകാം. ആശ്വസിപ്പിക്കേണ്ടവർ ചില സന്ദർഭങ്ങളിൽ ആഘോഷിക്കും എന്ന ഭയമാണ് അവർക്ക്. മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അമാതൃകയ്ക്കും മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയും ശിക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന നേതൃത്വമുണ്ട്. വിവാഹം കഴിഞ്ഞ് സ്വതന്ത്രമായി കുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്ന മക്കൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ മാതാപിതാക്കൾക്കെതിരെ ശിക്ഷണം നടത്തുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്നത് യോഗ്യമല്ല. മക്കൾ വളർന്ന് കുടുംബസ്ഥരായി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ സ്വാധീനം ഒരു അളവ് വരെ അവസാനിക്കുകയാണെന്ന് ഓർക്കുക. കരയുന്നവരോടുകൂടെ കരയുവാൻ റോമർ 12:15 നമുക്ക് കഴിയണം.
കർത്താവിൻ്റെ കാലത്തെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ നാം പെരുമാറരുത്. യോഹന്നാൻ 8:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്ഥലസഭയിലെ കുടുംബങ്ങൾ വിവിധതരം പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ആശ്വാസപ്രദരായി അവരോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ, വിശേഷാൽ ഇടയന്മാർ.